ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മയ്ക്ക് മകൻ മാല മേടിച്ച് കൊടുത്തതാണെന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര സന്തോഷത്തിൽ ജാനകി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മയ്ക്ക് മോനോട് ഭയങ്കര സ്നേഹവും, അമ്മ ഈ മാലയെടുത്ത് കഴുതയിലൊക്കെ വെക്കുന്നതും ഒക്കെ കണ്ട് നമ്മുടെ അനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ജാനകി, നിനക്കെന്താടാ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു. അയ്യോ, എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി മേ പറഞ്ഞിങ്ങനെ അനി നിൽക്കുക. അപ്പം നീ ഈ ദിവസത്തെ പറ്റി ഓർത്തില്ല എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു ഞാനെന്ന് ജാനകി ഇങ്ങനെ അനിയോട് പറയുക. ആദർശം നയനയും ഈ വീട്ടിലില്ലാത്തത് കൊണ്ട് നിൻ്റെ അച്ഛനോ ഇതൊന്നും ഓർമ്മയില്ല എന്ന് ജാനകി അനിയോട് പറയുന്നു. ഞാൻ കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് ചൂടായെന്ന് ജാനകി പറയണം. അല്ല, ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലാത്തപ്പോഴേ കേക്കൊക്കെ മുറിക്കുന്നത് തെറ്റല്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ തെറ്റാണ്, അതുകൊണ്ട് കേക്കൊന്നും മുറിക്കണ്ട, നിൻ്റെ അച്ഛനോട് പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നിൻ്റെ അച്ഛനെ സമ്മതിച്ചിട്ടും ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അച്ഛനും അമ്മയും പോയിട്ട് വരാൻ പറഞ്ഞു. അനി പോയിട്ട് വരാനോ? ഞങ്ങൾ മാത്രമല്ല, നീയും ഞങ്ങളുടെ കൂടെ വരണമെന്ന് ജാനകി പറയാം. അയ്യോ എന്നും പറഞ്ഞേക്കാനി, അപ്പം നീ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ, അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നീയും ഞങ്ങളുടെ കൂടെ വേണ്ടേന്ന് ചോദിച്ചു. അതല്ലമ്മേ, എനിക്ക് നീ ഒന്നും പറയണ്ട, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. അമ്മയ്ക്ക് വില കൂടിയ സമ്മാനം തന്നിട്ട് പിന്നെ പുറത്തേക്ക് വരില്ല എന്ന് പറയുമ്പം അതെവിടുത്തെ ന്യായമാടാ? അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരും. അപ്പോഴേ ഞാൻ അച്ഛനോട് റെഡിയാവാൻ പറയട്ടെ കേട്ടോ. അതുമാത്രമല്ല, നീ വാങ്ങി തന്ന വില കൂടിയ ഗിഫ്റ്റ് അച്ഛനും കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛന് പുറത്ത് വരാനൊക്കെ തോന്നുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഈ നെക്ലേസുമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. തൊലഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ഇവിടെ നിൽക്കുക, ഒന്നും നടക്കില്ല, എന്തൊരു വിധിയായതെന്നും പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് അനി നന്ദുവിനെ വിളിക്കുക. പക്ഷേ കിട്ടുന്നില്ല നന്ദുവിനെ വിളിച്ചിട്ട്. ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ് അവിടെ ജ്വല്ലറിയിൽ ചെന്നിരിക്കുക. കുറേ ഡിസൈനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ആദർശിനെ കാണിക്കാൻ, എല്ലാം നയന ഡിസൈൻ ചെയ്ത സാധനങ്ങൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സാർ, കൊള്ളാവോ എന്നൊരു എവിടെ ചോദിച്ചു. അപ്പോൾ അത് ചോദിക്കാനുണ്ടോ എന്നിട്ട് നമ്മുടെ ആദർശ് ചോദിച്ചു. എല്ലാം അടിപൊളിയല്ലേ ദേ. അപ്പോൾ ഞാൻ മൂർത്തി ജ്വല്ലറി പോയായിരുന്നു, അവിടുത്തെ നയന കളക്ഷൻസ് ഇതിൻ്റെ അടുത്ത് പോലും വരത്തില്ല എന്ന് ആദർശ് പറയാം. അപ്പം ഞങ്ങളൊരു മികച്ച ഡിസൈനറെ തപ്പി നടക്കുമായിരുന്നു, അവസാനം അങ്ങനെ ഒരാൾ ഞങ്ങളുടെ അരികിലേക്ക് എത്തുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ തട്ടി വിടുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ നമ്മുടെ മാളവികയോട് വരാനായിട്ടേക്ക് പറഞ്ഞു. അങ്ങനെ മാളവികയോട് വരാൻ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുമ്പം, അല്ല ഈ നോർത്ത് ഇന്ത്യൻ ഗൾഫുകാർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുമ്പം, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, മാളവിക അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഭംഗിയാക്കി തരുമെന്ന് പറഞ്ഞു. ഓ ഗുഡ് 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 എന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും മാളവിക അങ്ങോട്ടേക്ക് കയറി വന്നു. മാളവിക കയറി വന്നപ്പം ആദർശ് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയം എന്താ സാറെന്ന് ചോദിച്ചു. ഇതാണ് മാളവിക കളക്ഷൻസിലെ മാളവിക എന്നും പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തു. അപ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ ഡിസൈൻസിനെ പറ്റി പറയായിരുന്നു എന്ന് ആദർശ് പറയുമ്പോൾ തിരിച്ചുകൊണ്ട് നിൽക്കുക. സാറിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇതുപോലൊരാളെ കിട്ടിയത് എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുമ്പം, എനിക്കും ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു സാർ, നാട്ടിൽ ആർക്കും കൊടുക്കാത്ത സാലറിയാണ് സാർ എനിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം, അതെ സാറ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരനായതുകൊണ്ടാണെന്ന് ആദർശ് നേരം അവിടെ ഇരുന്ന് പറയുക കേട്ടോ. ബ്രില്യൻ്റായ ആൾക്കാരുടെ കഴിവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പം അവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ ഇയാളോട് പറയുക നമ്മുടെ ആദർശം. അതുകൊണ്ട് എന്താ സിംഗെ, മാളവിക കളക്ഷൻസ് ഞങ്ങൾക്കുണ്ടാക്കി തരുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം സാലറി കൂടാതെ ഞങ്ങൾ മാളവികയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന കാര്യവും ഡേവിഡ് പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം മാളവികയ്ക്ക്. ആദർശനെ നോക്കി പറഞ്ഞൊക്കെ ഇങ്ങനെ നിന്ന് തലയൊക്കെ ആട്ടും. എന്നാൽ പിന്നെ മാളവിക പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ മാളവിക അങ്ങ് പോയി. ആ കുട്ടിയെ കണ്ടാൽ അറിയാം നല്ല സ്മാർട്ടാണെന്നല്ലോ. എൻ്റെ പൊന്ന് സിംഗേ, നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ അങ്ങോട്ട് പറഞ്ഞാൽ മതി, നിമിഷ നേരം കൊണ്ട് അവളത് തയ്യാറാക്കി കൈ തരുമെന്ന് പറഞ്ഞു. ഇക്കാര്യത്തിലെ അവളൊരു ജീനിയസാണ് എന്നൊക്കെ ഡേവിഡ്. ഒരു കാരണവശാലും ഇതുപോലുള്ള ആൾക്കാർ വിട്ട് കളയരുത് കേട്ടോ എന്ന് ആദർശ് പറയുമ്പം, ഇനി അവൾ പോണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ഡേവിഡ് നേരം പറഞ്ഞു. അവൾക്ക് വൻ പരസ്യമാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ ഡേവിഡ് പറയുക. മൂർത്തി ജ്വല്ലറി നയന കളക്ഷൻസ് എന്നും പറഞ്ഞ് കുറച്ച് പരസ്യവും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ 10 ഇരട്ടി പരസ്യം ഞങ്ങൾ ഇറക്കും എന്നൊക്കെ പറയുമ്പം, ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ആദർശം. അതും ഇത്രയും ഭംഗിയായിട്ടുള്ള ഓർണമെൻറ്റ്സിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ പണിക്കൂലി പോലും ഈടാക്കില്ലാന്ന്. സ്വർണത്തിന് എത്ര വില കൂടിയാലും ആൾക്കാർ പിന്നെ ഇടിച്ചു കയറി വരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നൊക്കെ ആദർശ് പറയുക. എന്തായാലും നമ്മുടെ ആദർശ് ഇതൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക. പൊട്ടൻ ഡേവിഡ് എല്ലാ ആദർശിനും പറഞ്ഞും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശ് വീട്ടിലെത്തി നയനയോട് വിവരങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ആദർശേട്ടനെ അങ്ങോട്ട് വിട്ട
മാളവികയെ ആദർശേട്ടനെ എന്നെ അയാൾ പരിചയപ്പെടുത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല, കളക്ഷൻസ് മൂർത്തി ജ്വല്ലറിയിൽ കുറവാണെന്ന് പറഞ്ഞപ്പോഴേ അയാൾക്കതങ്ങ് സുഖിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മാളവിക കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത്. അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതൊക്കെ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിസൈൻസ് ആണല്ലോ എന്ന്. അപ്പോൾ അടുത്ത വിഷുവിന് ആളുകൾ മാളവിക കളക്ഷൻസിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ആത്മവിശ്വാസം കൂടും എന്ന് നയന പറയാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അനിയെ ഒന്ന് വിളിക്കണം, എന്നിട്ട് കുറച്ച് ഡിസൈൻസ് നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കണമെന്ന് നയന പറയാം. പിന്നെ നല്ല കോമ്പറ്റീഷൻ നടക്കട്ടെ ആദർശേട്ടാ, അങ്ങനെ കോമ്പറ്റീഷൻ നടന്നാലേ മാളവികയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളിതുവരെ ആർക്കും കൊടുക്കാത്തൊരു സാലറിയാണ് AN ജ്വല്ലറിക്കാർ അവൾക്കിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടേ നമുക്ക് വേണ്ടി അവൾ ചിലവാക്കുന്ന സമയം ചുമ്മാ പാഴായി പോകത്തില്ല എന്നും ആദർശ് പറയുക. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അവൾക്ക് നമ്മുടെ വക നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. എനിക്കറിയേണ്ടത് ഇതൊന്നുമല്ല, എവിടുന്നാ അവർക്ക് ഇത്രത്തോളം ഫണ്ട് വരുന്നതെന്നാണ്. അവരുടെ സ്റ്റാഫുകൾക്കൊക്കെ നല്ല സാലറിയാണ് കൊടുക്കുന്നത്. നിൻ്റെ ചേച്ചിക്ക് പോലും അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തുകയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, പണിക്കൂലി ഇല്ലാതെയാണ് സ്വർണവും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ നയന്. ബ്ലാക്ക് മണി ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു റെയ്ഡിനുള്ള സ്കോപ്പ് ഉണ്ട്, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും വേണം. അപ്പം നന്ദു അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നന്ദുവിൻ്റെ അന്വേഷണം ഈ സ്റ്റേഷൻ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്നും അവൾ മറ്റ് സ്റ്റേഷനിൽ വിവരം കൊടുത്താൽ അവരാരും ഇതിൻ്റെ പിന്നാലെ പോകണമെന്നുമില്ല. പ്രത്യേകിച്ച് പോലീസ് ഓഫീസേഴ്സൊക്കെ AN ജ്വല്ലറിക്ക് പണം കൊടുത്ത് വശത്താക്കിയിട്ടുണ്ടായിരിക്കുമെന്ന കാര്യവും ആദർശ് പറയാം. ഗൾഫിലൊക്കെ ഈ രീതിയിൽ ബിസിനസ് ചെയ്തല്ലേ അവിടെ പിന്നെ റെക്കമെൻഡേഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല, ആളകത്ത് പോകത്തേ ഉള്ളൂ എന്ന കാര്യവും പറയുക. എന്നാലേ അതിന് പകരം അവരെന്നെ അകത്താക്കാനാണ് നോക്കിയത് അവിടെ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാളവിക്ക് വിളിക്കുന്നുണ്ടെന്നും ഇതുവരെ സംശയം തോന്നുന്ന രീതിയിൽ ആരെയും കണ്ടില്ലെന്നാണ് പറയുന്നതെന്ന് നയന പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡേവിഡിൻ്റെ അടുത്തിരിക്കുന്ന സമയത്തെല്ലാം അവൾ അയാൾക്ക് വരുന്ന ഫോൺ കോൾസ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നും പറയുക. എടി, നമ്മുടെ സേവിയർ വിചാരിച്ചിട്ട് പോലും ചില നമ്പറുകളൊന്നും ട്രേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നും പലരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നും ആദർശ് പറയുവാണ്. നമ്മൾ കരുതുന്നതിനേക്കാളും ബുദ്ധിപൂർവ്വമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ പഴുതും അടച്ച്. എങ്കിലും വാശോടെ തിരിച്ച സ്ഥിതി നമുക്ക് ഫലം കാണാതെ പിന്മാറാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു. അന്ന് അയാൾ കാണിച്ച ഡയമണ്ട് കളക്ഷൻസ് ഞാൻ പല എക്സ്പേർട്സിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അന്വേഷണം നടത്താമായിരുന്നു എന്നും പറയുവാണ്. പിന്നെ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, വിഷു കഴിഞ്ഞ് ഓണം വരെ ഈ കളി നീണ്ടുപോകാൻ പാടില്ല എന്നും ഓണത്തിന് രാജകീയ പ്രൗഢിയോടെ നമ്മൾ തിരിച്ചു വരണമെന്നും ആദർശ് പറയുക. മൂർത്തി ജ്വല്ലറിയെ പിന്നിൽ നിന്ന് തൊടാൻ പോലും ആർക്കും കഴിയരുതെന്നും ആദർശ് നയനയോട് പറയുന്നു. അങ്ങനെ ആ ഒരു ശപഥം എടുക്കുക രണ്ടുപേരും കൂടിയേ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇങ്ങനെ അവിടെ നടക്കുന്നു. പിന്നെ കാണിക്കുന്ന അനി ഇങ്ങനെ നന്ദുവിനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുക, തല പുകഞ്ഞിരിക്കുക അനന്തപുരിയിൽ. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നന്ദു അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ നമ്മുടെ അനിയുടെ അടുത്ത് പോകാനായിട്ട് സുന്ദരിയായിട്ടേ. അങ്ങനെ ഇതെന്താ മേഡം ഒന്ന് ഒരുങ്ങാനൊക്കെ വന്നത്, ഇന്നെന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ദിവസമാണോ എന്ന് ചോദിച്ചു. ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് കാര്യമായിട്ട് തന്നെ ഒരുക്കാൻ മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഒരുങ്ങി കെട്ടി ജാനകി ജലജയുടെ എടുത്ത് വന്നു. ജലജയെ ഇത് കണ്ടോ നീ, കൊള്ളാവോ എന്നും ചോദിച്ചു. മാലയും കാണിച്ചു കൊടുത്തു. കൊള്ളാലോ, ഇതിൽ ഡയമണ്ടൊക്കെ ഉണ്ടല്ലോ. മാല മാത്രമല്ല അതിൻ്റെ ചേരുന്ന കമ്മലും എനിക്ക് വാങ്ങി തന്നു. മൂർത്തി ജ്വല്ലറിയുടെ MD എന്ന് ജാനകി പറയുമ്പോൾ ജലജ അന്തം വിട്ട് നോക്കുക. അനി വാങ്ങി തന്നതാ ഇതൊക്കെ എന്ന് പറയുമ്പം അപ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നീ ഭാഗ്യമുള്ളവളാടി ജാനകി. അവനെ MD സ്ഥാനം വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലേ ആ കസേരയിൽ ഇരുന്ന് തുടങ്ങിയപ്പോൾ കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പിന്നിൽ ഒരുപാട് സമ്മർദ്ദം ചൊലുത്തിയ നിനക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നതെന്ന് പറയുമ്പം അതുമാത്രമല്ല, ഇപ്പം ഈ വീടിനകത്ത് ആഘോഷങ്ങളൊന്നും നടത്താൻ പറ്റില്ലല്ലോ, എല്ലാവരും നല്ല വിഷമത്തിലല്ലേ എന്ന് ജാനകി പറയുവാണേ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ആണോ? പറഞ്ഞതുപോലെ ശരിയാണല്ലോ, ഇന്ന് മാർച്ച് 16 അല്ലേ? അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് കേക്ക് കെട്ടിയതെ പുറത്ത് പോയി അജയനും എനിക്കും ഒപ്പം ഫുഡ് കഴിക്കാമെന്ന് വെച്ചു എന്ന് ജാനകി പറയുമ്പോൾ മോൻ MD ആയപ്പോൾ ഇവൾക്ക് ആ കോൾ അടിച്ചത് ജലജ മനസ്സിൽ പറയുക. അപ്പോഴേക്കും അച്ഛനും മോനും കൂടെ ഇറങ്ങി വന്നു. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവുകയല്ലേ? ആഘോഷമൊന്നുമില്ലെന്നേ, ഇവളുടെ വട്ട്. അതിന് ഞാനും ഇവനും നിന്ന് കൊടുക്കുന്നതേ ഉള്ളൂ എന്ന് അജയൻ. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്നൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നും അജയൻ പറയുക. അല്ലെങ്കിൽ തന്നെ ആദർശവും നയനിയൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടേ ഈ വീടിനകത്ത് ഇപ്പോൾ ആരുടെ മുഖത്തും സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു സാധാരണ ദിവസം പോലെ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടൊന്നും ഇവള് കേൾക്കണേ ഇല്ല എന്നും പറഞ്ഞു. അപ്പം അനി നമുക്ക് പുറത്തേക്ക് പോകണ്ടമ്മയെന്ന് പറയുക കേട്ടോ. അപ്പോൾ
അത് തന്നെ എൻ്റെ അഭിപ്രായം എന്ന് ഈ അജയൻ പറയൂ കേട്ടോ. ദേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവൻ എന്തിനാ നിനക്കൊരു മാല തന്നെ മേടിച്ചു തന്നെന്ന് എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞുകൊണ്ട് അജയൻ പറഞ്ഞപ്പം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതിൽ എന്താ ചേട്ടാ തെറ്റുള്ളതെന്ന് ചോദിച്ചു. ഇവൻ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും ഒക്കെയാണെന്ന കാര്യങ്ങൾ അജയൻ അന്നേരം പറയുക. ജാനയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മയാണെങ്കിലും ഇവനോട് ചില സ്വഭാവങ്ങളൊന്നും ഇവന് ഇഷ്ടമാവുന്നതുമില്ല. അതുപോലെ തന്നെ ആദർശും നയനയും ഈ വീട് വിട്ടു പോയതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഞങ്ങളുടെ മോനാണെന്ന കാര്യവും അജയൻ ഇങ്ങനെ അവിടെ നിന്ന് ജലജയോട് പറയാം. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഇവൻ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കില്ലെന്നാണ് ഞാൻ കരുതിയതെന്നുള്ള കാര്യവും പറയുവാണ്. അതൊക്കെ അവൻ ഓർക്കും. എന്തായാലും ഇതുവരെ എനിക്ക് കിട്ടിയതിനേക്കാളും വിലപിടിപ്പുള്ള സമ്മാനം ഇത്തവണ ഇവൻ എനിക്ക് തന്നിരിക്കുന്നത് എന്ന് ജാനകി പറയാണ്. എന്നാൽ പിന്നെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവർ പോവുക. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ ജലജ. അല്ല നീ വരുന്നോ? അയ്യോ എൻ്റെ പൊന്നെ ഇല്ലേ, നീ പോയിട്ട് വാ ജാനകി എന്ന് പറഞ്ഞാൽ ജലജ അവിടെ നിൽക്കും. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓ എൻ്റെ പൊന്നോ, ഇവളൊക്കെ അങ്ങോട്ട് സുഖിച്ച് ജീവിക്കുക. ഇതുപോലെ തന്നെ വേറെ ഒരുത്തിയുണ്ട് ഈ സന്തോഷം, അവരുടെ സങ്കടമായിട്ട് മാറ്റും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇത് ദേവയാനിയോട് പറയാനായിട്ട് ഓടും. അപ്പോൾ ദേവയാനി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ എന്താ ജലജ, അറിഞ്ഞോ? അല്ല എന്ത് വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു എന്ന്. അപ്പോൾ ആരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം നീ പറയുന്നതെന്ന് ദേവയാനി ചോദിച്ചു. ഏട്ടത്തിയുടെ അല്ല, ഏട്ടത്തിയുടെ അനിയത്തിയുടെ. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുക കേട്ടോ. അനിയത്തിയുടെയോ? അപ്പോൾ എൻ്റെ പൊന്നേട്ടത്തിയും ഇന്ന് അജേട്ടൻ്റെയും ജാനകിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയുമ്പോൾ ഞാനത് ഓർത്തില്ല. എല്ലാം ഓർമ്മയിൽ നിന്ന് പോയി. ആദർശ നയനമോളും പോയതിന് ശേഷം ഇവിടെ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കല്ലേ. എന്തായാലും ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ദേവയാനി. അപ്പോൾ അതൊക്കെ അവർ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു ജാനകി. ഈ ജലജ ജാനകി ഇല്ലേ അജേട്ടനെയും മോനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആരോടൊന്നും പറയാതെ എന്ന് പറയുമ്പം ദേവയാനി ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഞാനവർ പോകുന്നത് കണ്ടിട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പം എന്നോട് അതേപ്പറ്റി പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് ജലജ പറയാം. അവർ കേക്ക് കട്ട് ചെയ്യാനും ഫുഡ് കഴിക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ ആയിട്ടാണ് പുറത്തേക്ക് പോയിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവേനെ എഴുന്നേറ്റ് ആദർശും നയനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കും അജയനും അങ്ങനെ ഒരു ഫംഗ്ഷൻ അടിച്ചു പൊളിക്കാനൊന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞു ദേവേനെ. എൻ്റെ പൊന്നേട്ടത്തി സ്ഥാനമാനങ്ങൾ കയ്യിൽ വരുമ്പോൾ എല്ലാവരും എല്ലാം മറക്കുമെന്ന് പറഞ്ഞ് ജലജ പറഞ്ഞു കൊടുക്കുക. ഇപ്പം തന്നെ ഒരു ഡയമണ്ട് മാലയും കമ്മലും ഒക്കെയാണ് മോൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തിരിക്കുന്നതെന്നും പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുന്നു. MD കസേരയിലേക്ക് കയറിയതോടെ അനിയുടെ സ്വഭാവം മാറിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ നിന്നങ്ങ് തട്ടി വിടുവാണ്. ഇനി ഒരു കാരണവശാലും ആദർശ് മടങ്ങി വന്ന് ആ കസേര അവൻ ഒഴിഞ്ഞു കൊടുക്കത്തില്ല എന്നും പറഞ്ഞു. മതി, നിർത്തിക്കോ. അങ്ങനെ അനിയിരിക്കുന്ന കസേര പിടിച്ചു വാങ്ങണമെന്ന് താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളല്ല ആദർശ്. മനസ്സിലായോ നിനക്ക്? അനി MD ആയിരിക്കുമ്പോൾ മൂർത്തീസ് ജ്വല്ലറി പഴയതിനേക്കാളും നല്ല പ്രകടനം കാഴ്ചവെക്കണമെന്ന് മാത്രമേ ആദർശ് ചിന്തിക്കുകയുള്ളൂ എന്നും ദേവയാനി പറയണേ. അതുപോലെ തന്നെ അനിയുടെയും കാര്യം. ആദർശ് മടങ്ങി വരുമ്പോൾ അവനെ ആ കസേരയിൽ ഇരുത്തണമെന്ന് തന്നെയാണ് അനിയുടെയും ആഗ്രഹം. ഇനി അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നും തോന്നുന്നില്ല എൻ്റെ ഏട്ടത്തിയും. അപ്പോൾ തോന്നുന്നില്ലെങ്കിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ ഒച്ച വെച്ച് പേടിപ്പിച്ചു ദേവയാനിയെ. ഒരവസരം കിട്ടിയപ്പോൾ അവൾ വഴക്കുണ്ടാക്കിക്കാൻ വന്നിരിക്കുന്നു. അതിനെ നിന്റെ മരുമകളല്ല ഞാൻ, കേട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞു. നിന്നെയും നിന്റെ മകനെയും അരച്ച് കലക്കി കുടിച്ച കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ നേർക്ക് വിഷം തുപ്പാൻ നീ നിൽക്കണ്ട. അപ്പോൾ എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ലേ എൻ്റെ പൊന്നോ, എല്ലാവരും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ പഠിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അത് പറഞ്ഞ് ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ അവർ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുക, ജാനകിയും അതുപോലെ അജയനും ഒക്കെ. അപ്പോൾ നന്ദുവിനെ വിളിച്ച് വിവരം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ അനി. നന്ദു ആണെന്നുണ്ടെങ്കിൽ അനിയെ കാത്ത് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജലജ ജാനകി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്താ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, നീ ഫുഡ് കഴിക്കാത്തതെന്നാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതൊട്ടും ശരിയായില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ ഇത്രയും മോശമായ കണ്ടീഷനിൽ നിന്നും വീട്ടിലിപ്പോൾ ഒരാഘോഷവും നടത്തുന്നില്ല, അത് നീ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അജയൻ പറയാം. ഇത് അച്ഛൻ്റെ ജന്മമാസമാണെന്നും അതൊക്കെ എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണെന്നും ഇത്തവണ അമ്പലത്തിലെ പ്രാർത്ഥനയും വഴിപാടും മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും പറഞ്ഞു. അതൊന്നും ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തശ്ശൻ്റെ പിറന്നാളിന് എന്തായാലും ഒരു കേക്ക് മുറിക്കണം അച്ഛാന്ന് പറഞ്ഞു. പിന്നെന്താടാ ഇന്നൊരു കേക്ക് മുറിച്ചാ എന്ന് ജാനകി ചോദിച്ചു. അമ്മേ പുറത്തുനിന്ന് ഇപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ട് അനി അന്നേരം ദേഷ്യപ്പെട്ടു. നീ MD ആയിട്ട് വരുന്നതിന് ശേഷം ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഇതെന്ന് പറയുമ്പം MD ഇത് ഏത് നേരവും ഇത് തന്നെയാണല്ലോ നിൻ്റെ പറച്ചിൽ. MDയുടെ അമ്മയെന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് താൽക്കാലികമാണെന്നും ആദർശ് മടങ്ങി വരുമ്പം എന്തായാലും ഇവന് മാറിക്കൊടുക്കണമെന്ന കാര്യവും അജയൻ പറയുമ്പോൾ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അജയൻ പറയുക. അതിന് അമ്മയുടെ ഇഷ്ടം ആരാച്ചാ നോക്കുന്നത് എന്ന് ഹനി ചോദിച്ചു.
ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഏട്ടനെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്തുമെന്നുള്ള കാര്യവും അനി പറയുക കേട്ടോ. അപ്പോഴും ഒന്നും മിണ്ടാതെ ജാനകി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് നന്നായി കഴിക്കുന്നുണ്ട്. ദേ നോക്ക്, ഇവൻ ഭക്ഷണത്തിൽ പരതിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും കഴിക്കുന്നില്ല. ഇവൻ ഇതിനോടൊന്നും താല്പര്യമില്ലെന്ന് അതിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹം പറയുമ്പം ഇവൻ അല്ലെങ്കിലും അമ്മയോടും അച്ഛനോടും ഒരു താല്പര്യമില്ല, ബാക്കിയുള്ളവരൊക്കെ തലയിലെടുത്തുകൊണ്ട് നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജാനകി. അപ്പോൾ ദേ നോക്ക്, നമ്മുടെ മോൻ അച്ഛൻ്റെ ഉപദേശം കേട്ട് ആദർശിനെ പിന്തുടർന്നു വളർന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവൻ്റെ സ്വഭാവത്തിന് എന്തായാലും ഉണ്ടാകുമെന്ന കാര്യം അജയൻ പറഞ്ഞു. പിന്നെ നിന്റെ വാക്കും കേട്ട് ഇവൻ നടന്നിരുന്നെങ്കിലേ ഇന്നിവനൊരു സ്വാർത്ഥനായിട്ട് മാറിയേനെ എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുക്കുക അജയനെ. പിന്നാലെ നടന്ന് അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിവുള്ളൊരു അപ്പച്ചി വീട്ടിലുണ്ടല്ലോ അച്ഛാ. അപ്പോൾ പിന്നെ ഇതല്ലിൻ്റെ അപ്പുറവും നടക്കും. സ്വന്തം ബന്ധുക്കളെയൊക്കെ വിളിക്കുമ്പം അവർ പറഞ്ഞു കൊടുക്കുമായിരിക്കും മോനെ കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും ഇനി വിട്ട് കളയരുത് എന്ന്. അപ്പോഴത്തേക്ക് ജാനകി ഇങ്ങനെ നോക്കുക അനിയെ. എടാ അവരൊക്കെ അത് പറയും, കാരണം നമ്മുടെ കുടുംബമായിട്ട് ചേരാൻ പറ്റുന്ന കുടുംബമായിരുന്നില്ല ഇവളുടെ കുടുംബം എന്നും പറഞ്ഞുകൊണ്ട് അജയൻ പറയാടെ. പിന്നെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയും പെണ്ണിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടുമാണ് അമ്മ ഈ ബന്ധം തന്നെ മതിയെന്ന് പറഞ്ഞതെന്നുള്ള കാര്യവും പറയണം. ആ സമയത്തും ജാനകിക്ക് ഭയങ്കര ദേഷ്യമാണ്. തന്നെക്കാളും വലിയൊരു ബന്ധം കിട്ടുമ്പോൾ പലതും വെട്ടിപ്പിടിക്കാനുള്ള തോന്നലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് നിൻ്റെ അമ്മയ്ക്കും ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അജയൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഏട്ടത്തി അങ്ങനെയല്ല, കുറച്ചുകൂടി സംസ്കാരമുള്ള കുടുംബമാണ് ഏട്ടത്തിക്ക്. സമ്പത്തിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്യാഗ്രഹം കുറവെന്നും പറഞ്ഞു. എന്നിട്ടാണ് ആദർശിന് MD സ്ഥാനം നഷ്ടപ്പെട്ടത് ഏട്ടത്തിക്ക് ഷോക്കായി പോയതെന്നൊക്കെ ചോദിക്കുക ജാനകി. എടി അങ്ങനെ ഷോക്കായെങ്കിൽ ആ സ്ഥാനത്ത് അനിയെ കൊണ്ടുവന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഏട്ടത്തി എന്ന കാര്യവും അജയൻ പറഞ്ഞു കൊടുത്തു. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ആദർശിന് പകരക്കാരനായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിലേ അത് വിഷമിച്ചേനെ. അതിനൊരു മാറ്റവും ഇല്ല. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തന്നെ എന്നെ വിഷമിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനും രണ്ടുപേരും മാറിയും തിരിഞ്ഞ് നോക്കുന്നതെന്ന് ജാനകി പറയുമ്പോൾ നിനക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ടേ ഇവൻ ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ കൊണ്ട് തന്നില്ലേന്ന് ചോദിച്ചു അജയൻ. അതെന്തിനാണെന്ന് ഞാനിപ്പോഴും ആലോചിക്കുന്നതെന്നൊക്കെ അജയൻ പറയുമ്പം അനി ഇങ്ങനെ വല്ലാത്തൊരിതില്ല ഇങ്ങനെ നിൽക്കാം. എന്നിട്ടും തൃപ്തി വരാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അജയൻ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനിയുടെ ഫോണിലേക്ക് കോൾ വരും. ആരാടാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അതും ഇനി ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ, ഞാൻ ഇനി എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അനി അത് എടുക്കാതിരുന്നപ്പോൾ എടാ അത് അത്യാവശ്യം കോളാണെങ്കിൽ എടുക്കടാന്ന് പറഞ്ഞു. ഇല്ല അത്യാവശ്യമൊന്നും ഇല്ലെന്നേ, അതാ എടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേ ജാനകിക്കും അജയനും ഭയങ്കര ഒരു സംശയം. അനി ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നന്ദു ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് മടുക്കുക കേട്ടോ അവിടെ നിന്ന്. ആ സമയത്ത് പിന്നെ ആദർശും അതുപോലെ ആ ഫോണിൻ്റെ നമ്പറെല്ലാം കളക്ട് ചെയ്ത് കൊടുത്ത പുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊന്ന് സംസാരിക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഇയാൾ സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഡേവിഡ് സംസാരിക്കുന്നുണ്ടെന്ന്, പക്ഷേ അൺനോൺ നമ്പർ ആണെന്നും ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയിട്ട് നോക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും അവർ ഈ നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും 6-7 തവണയെങ്കിലും വിളിക്കുന്നുണ്ടെന്നും പറയുക. കൂടുതൽ കോള് പോകുന്നത് ആ അൺനോൺ നമ്പറിലേക്കാണെന്ന കാര്യം പറയുമ്പോഴേക്കും മാതൃശാഖം അല്ലാണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ആൾ ആ എക്സ് ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു നിർണായക തെളിവും കിട്ടി. അയാളുടെ മറ്റെന്തെങ്കിലും ഇവരറിയാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ പലപ്പോഴും ഗൾഫിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്നെപ്പോലുള്ള ഹാക്കർമാരുടെ സഹായം അയാൾക്കുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തതെന്നുള്ള കാര്യവും പറയും കേട്ടോ. പിന്നെ അവിടെ വേറൊരു കാര്യം സാറ് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ അവർ നമ്മളെയും ഫോളോ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യവും പറയാം. സാറിൻ്റെ കോൾസ് അവർ കൃത്യമായിട്ട് ചോർത്തുന്നുണ്ടാകുമെന്നുള്ള കാര്യവും പറയുവാണ്. അങ്ങനെ ആദർശിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.